RSS 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടതുകോട്ടയായിരുന്ന JNUവിൽ ദേശീയതയുടെ ശക്തി പ്രകടനം. ക്യാമ്പസിനുള്ളിൽ പഥസഞ്ചലനം നടത്തി രാഷ്ട്രീയ സ്വയംസേവക സംഘം. ക്യാമ്പസിലെ 238 വിദ്യാർത്ഥികൾ പഥസഞ്ചലനത്തിന്റെ ഭാഗമായി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, JNUവിൽ സംഘത്തിന്റെ പഥസഞ്ചലനം നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നാണ് JNU വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് 238 ഗണവേഷധാരികൾ പഥസഞ്ചലനം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഒരു കാലത്ത് ഇടത് ഇസ്ലാമിസ്റ്റ് ഉരുക്കു കോട്ടയെന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU അറിയപ്പെട്ടിരുന്നത്. അജ്മൽ കസബിനും അതോടൊപ്പം അഫ്സൽ ഗുരുവിനുമൊക്കെ അവിടെ അനുകൂലമായി മുദ്രാവാക്യമുയർന്ന അവരുടെ ഉരുക്കു കോട്ടയായിരുന്നു അത്. ആസാദി മുദ്രാവാക്യങ്ങളുടെ പ്രഭവ കേന്ദ്രം, ഇന്ത്യയിൽ നിന്നും കശ്മീരിന് ആസാദി വേണമെന്ന് പറഞ്ഞ സ്ഥലം, കനയ്യകുമാറിന്റെയും ഈ ഉമർ മാലിക്കിന്റെയും ഒക്കെ ഓരോ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ പിന്തുടരുന്ന ആളുകളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന JNU പാടെ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേശീയതയെ പുൽകിയിരിക്കുകയാണ് JNU നിലവിലിപ്പോൾ. കഴിഞ്ഞ ദിവസം നടന്ന RSSന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ക്യാമ്പസിനുള്ളിൽ അവിടെ പഥസഞ്ചലനം നടന്നു. 238 ഗണവേഷധാരികൾ ഈ പഥസഞ്ചലനത്തിൽ, അത് നടന്നത് ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് എന്നുകൂടി ഓർക്കണം. ക്യാമ്പസിനുള്ളിൽ 238 ഗണവേഷധാരികൾ പങ്കെടുത്ത പഥസഞ്ചലനം നടന്നു. 238 പേരും അവിടുത്തെ വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ അധ്യാപകരോ അനധ്യാപകരോ ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് നിസ്സാരമായി കാണേണ്ട സംഭവമല്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അതടക്കി ഭരിച്ചിരുന്ന ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ദേശീയതയുടെ കാവി പതാക അവിടെ പാറിക്കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധ്വജമുയർത്തി അവിടെ പൊതുപരിപാടി സംഘടിപ്പിച്ചു. അവിടെ സംഘപ്രാർത്ഥന മുഴങ്ങുന്ന സാഹചര്യമുണ്ടായി. പാടെ മാറിയിരിക്കുന്നു JNU. മുൻപ് എന്താണോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിരുന്നത്, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ സങ്കേതമെന്ന് കേട്ടിരുന്നത്, അത് മാറിയിരിക്കുന്നു. അഭിമാനം കൊണ്ട് JNU തലയുയർത്തി നിൽക്കുകയാണ്. രാജ്യത്തിന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും RSSന്റെ 100-ാം വാർഷികത്തിലാണ് JNU സർവകലാശാലയ്ക്കുള്ളിൽ ഗണവേഷധാരികളായ 238 വിദ്യാർത്ഥികൾ പഥസഞ്ചലനം നടത്തിയത്. ദേശീയതയുടെ ശബ്ദം JNU ക്യാമ്പസിനുള്ളിലും മുഴങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.